ഇപ്പോൾ സമയം 6:30 കേട്ടോ. മഞ്ഞ് നോക്കിയേ. അടിപൊളി. രാവിലെ തന്നെ നല്ല വൈബാണ്. സോ നേരെ പോവാം. ഓക്കെ, ഇവിടുന്ന് ഷൊർണൂർ കുറച്ച് ലാഗ് ആക്കൂലേ? 1 മണിക്കൂറോളം ഷൊർണൂരിൽ പിടിച്ചിടും എന്ന് പറഞ്ഞു. ഓക്കെ ദേ വരുന്നു കേട്ടോ നമ്മുടെ ട്രെയിന്. ഓക്കെ, നമ്മളിതിപ്പോൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ ചുമ്മാ ഇരിക്കേണ്ടേ കയറും കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് പോണ കൽപ്പത്തി രഥോത്സവത്തിന് ആരെങ്കിലും ഇതിന് മുന്നേ പോയിട്ടുണ്ടോ? എങ്ങനെ പരിപാടി എങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാ ഇനിയൊരു അരമണിക്കൂറും കൂടി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രെയിൻ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ നിന്ന് ചായ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ പാലക്കാട് എത്തിട്ടോ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടെ. നമുക്കിനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലാം. ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നതിന് ശേഷം ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ നമുക്ക് കണ്ട് ചെല്ലാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടാ. നോക്കി, ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് എവിടെ എന്താന്നൊക്കെ നോക്കിയിട്ട് വേണം. ബസ് സ്റ്റോപ്പ് എവിടെ ആവും? നേരെ ബസ് സ്റ്റോപ്പിൽ ചെല്ലാം. അവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് അല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ളൊരു ഇതൊക്കെ വ്യൂ നോക്കി. എനിക്കറിയോ എവിടെ ബസ് സ്റ്റോപ്പ്? ഒരു ട്രെയിനൊക്കെ, ഒരു ട്രെയിനിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു സ്റ്റാച്ചു പോലെ. അവിടുന്ന് പെട്ടെന്ന് പോകുന്നു. നമ്മൾ അവിടുന്ന് ബസ് കയറി ഇപ്പോൾ കൽപ്പാത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം കാണിച്ചേട്ടെ. ഇത് അങ്ങോട്ട് അവിടെ നിൽക്കുന്ന വണ്ടിയൊക്കെ നമ്മുടെ പുതുപ്പള്ളി കേശവൻ്റെ ലോറി അതാട്ടോ. അതേപോലെ ഇത് വേറെ ഏതായിട്ടൊരു ആനടിയുണ്ട്. പൈസ തിരക്കിൻ്റെ ഇവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കച്ചവടക്കാർ കാണാം ഈ സൈഡിലൊക്കെ ആയിട്ട്. ഡ്രസ്സിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. അത് അവിടുന്ന് സംസാരിക്കാനൊന്നും പറ്റായിരുന്നു. അത്രയും ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് പോകുന്നത്. ഞാൻ നോക്കിയേ. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് ഖാസിം. ഓക്കെ ഓക്കെ. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് മീറ്ററിൻ്റെ ജനറേഷൻ മാറി വരുന്ന മോഡലുകളാണ്. ആദ്യമായിട്ട് നമ്മൾ വൈദ്യുതി വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മീറ്ററുകളാണ്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മീറ്ററിലെ വൈദ്യുതി അളന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മീറ്റർ. ആദ്യം ഉപയോഗിക്കുന്ന മീറ്ററുകളെല്ലാം മെക്കാനിക്കൽ ടൈപ്പ്. ഇതൊക്കെ മെക്കാനിക്കൽ ടൈപ്പ് മീറ്റർ. ഇതെല്ലാം വിദേശ നിർമ്മിത മീറ്ററുകളാണ്. വിദേശ നിർമ്മിത മീറ്ററുകൾ. ഓക്കെ. പിന്നെ അടുത്ത അതിലേക്ക് ജനറേഷനിലേക്ക് നമ്മൾ ഹൈബ്രിഡ് മീറ്റേഴ്സ് വന്നു. ഓരോ ജനറേഷനായിട്ട് വെച്ചിട്ടുണ്ടല്ലേ? മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ചേർന്നിട്ടുള്ള മീറ്ററാണിത്. ഓക്കെ ഓക്കെ. അതിനുശേഷം പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് മീറ്ററുകളാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടുവരുന്നത്. സിംഗിൾ ഫേസ്, 3 ഫേസ്, അതുപോലെ മറ്റ് മീറ്ററുകളെല്ലാം ഈ ഡിജിറ്റൽ മീറ്ററുകളാണ്. പഴയ മീറ്ററിൽ ഏകദേശം നമുക്ക് അതിൻ്റെ റീഡിങ് എത്ര വരുന്നുണ്ടെന്നുള്ള യൂണിറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുതിയ ടൈപ്പ് മീറ്ററുകളിൽ ഇത് എത്ര ലോഡ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കറണ്ടിൻ്റെ ഇൻഫോർമേഷൻസും കൂടി അറിയാൻ സാധിക്കും, കാര്യങ്ങളും. പിന്നെ ഇതെല്ലാം ടാമ്പർ പ്രൂഫ് മീറ്ററുകളാണ്. മോഷണം നടത്താൻ സാധിക്കില്ല. അത് മോഷണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ കാര്യം അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും, കണ്ടുപിടിക്കാം. പഴയ ടൈപ്പ് മീറ്ററിലൊന്നും, പഴയ ടൈപ്പിൽ അതിൽ നിന്ന് മാറി ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഡിജിറ്റൽ മീറ്ററിൽ നിന്നും വീണ്ടും നമ്മൾ സ്മാർട്ട് മീറ്ററിലേക്ക് മാറി വരാൻ പോകുന്നതെല്ലാം ഇത്തരത്തിലുള്ള സ്മാർട്ട് മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇനിയുള്ള കാലം വരാൻ പോകുന്നത് അതായിരിക്കും. ഇപ്പം നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മീറ്ററുകളാണ് നമ്മളിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഭാവിയിൽ നമ്മുടെ വീട്ടിലേക്കും
ഇത്ര മീറ്ററിൽ ഇത് എന്താ ഇതിൻ്റെ സവിശേഷത അപ്പോൾ? ഇത് നിങ്ങൾ പഴയ നേരത്തെ കാണിച്ച മീറ്ററിലും റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മീറ്ററിൻ്റെ അടുക്കൽ ചെയ്യണം, പ്രൊമീസസ് കൺസ്യൂമർ പ്രൊമീസസിൽ ചെയ്യണം. ഇത് അത് ആവശ്യമില്ല. ഇത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്കത് നോക്കാൻ പറ്റുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇതെന്താ പിന്നെ ഇതെല്ലാം പഴയ ടൈപ്പിലുള്ള മീറ്ററുകളാണ്. ഇത് റേഡിയോ ഉപയോഗിക്കുന്ന ഇത് നമ്മൾ മറ്റ് വോൾട്ടേജുകളും കറണ്ടും അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് മീറ്ററുകളാണ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ കൂടിയ നിരക്കിലുള്ള കറണ്ടുകളെല്ലാം അളക്കുന്നതിന് നമ്മൾ ടോങ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു പഴയ വളരെ പമ്പുള്ള വിദേശ നിർമ്മിതമായുള്ള ഒരു സംവിധാനങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും വിവരിച്ചത്. ഇവിടെ വൈകുന്നേരമാണ് വരവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്യാം. അപ്പം നമ്മൾ വന്നേക്കുള്ള ആ ഒരു സാധനങ്ങൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരണം. ഇപ്പോൾ ഇതാ ഇവിടെ കുറേ ചിരട്ട കൊണ്ട് നിർമ്മിച്ച കുറേ സാധനങ്ങൾ കാണാം കേട്ടോ. ആ വൈകുന്നേരം പറഞ്ഞത് നമ്മൾ ഈ ഒരു വരവുണ്ടല്ലോ, ഈ രഥം കൊണ്ടുള്ള വരവുണ്ടല്ലോ എല്ലാ ഭാഗത്തു നിന്നുള്ളത്, അതിൻ്റെയാണ് പറഞ്ഞത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ആന ഉണ്ടാവും തോന്നുന്നു, അത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ നേരത്തെ ഒരുപാട് ഇപ്പോഴും ക്രൗഡ് ഭയങ്കര കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളും മറ്റും സൈഡിലായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഇതാ അവിടുന്ന് പോകുന്നു. ഭയങ്കരമായിട്ടൊരു ക്രൗഡ് ആയിരുന്നിട്ട് ഈ സമയത്ത് തന്നെ. ഇപ്പോൾ എത്രയുടെ സമയം കറക്റ്റ്? 12:15 അത്രയും ക്രൗഡാണ്. അങ്ങനെ എന്തൊക്കെ കാട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നു. കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ വന്നത്. പക്ഷേ ഇനി എന്തായാലും വൈകുന്നേരം ആവുന്നുണ്ടാവും, ഒരു 4 മണി 5 മണിയൊക്കെ ഉണ്ടാവും പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ സൊമാറ്റോ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തു. കാരണം ഇവിടെ എടുത്ത് ഹോട്ടലില്ല, കുറച്ചായിട്ട് വിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് സൊമാറ്റോ ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. സോ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിൽക്കുക. വൈകുന്നേരം നമ്മൾ ആനകളൊക്കെ ആയിട്ട് മറ്റേ പരിപാടി, നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ആനകളുടെ വണ്ടി കണ്ടിരുന്നു, ലോറി കണ്ടിരുന്നു, ക്യാഷ് വണ്ടിയും പിന്നെ ഇതാ കണ്ണൻ കൊണ്ട്. അങ്ങനെ ഇതിൽ 2 ആനകളുടെ ലോറി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആന എന്തായാലും ഉണ്ടാവും, പക്ഷേ എവിടെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ വൈകുന്നേരം ഈ രഥം വലിക്കുന്ന സമയത്ത് ചിലപ്പം കാണാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയും കൂടി ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇപ്പോൾ ഇതാ നമ്മളിത് അവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെ ഒരു കൽപ്പാത്തി ആ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണാം. ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 4 മണിയാകുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു കേട്ടത്. സോ ഒരു ആംബുലൻസ് വരുന്നുണ്ടല്ലോ ഇവിടുന്ന്. ഒരു 4 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 3 മണിക്കാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, ഒരു 3 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കണ്ട് പോയേക്കാം. ഓ എന്ത് വെയിലാറ്.